അല്ലെങ്കിലും ഈ മഴ ഇങ്ങനെ ചാറി നിൽക്കുമ്പോൾ എഴുന്നേൽക്കാൻ ഇച്ചിരി പാടാണല്ലേ. ആടൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഇന്ന് വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് ഒന്നാമത്തെ ഹാപ്പി. രണ്ടാമത്തേന്ന് വെച്ചാൽ ഇന്ന് ഒരുപാട് പരിപാടികളുണ്ട്. ഉച്ചയ്ക്ക് എന്തായാലും ഞാൻ ഓഫീസിൽ നിന്ന് വരും. കാരണം അമ്പാടിയുടെ സ്കൂളിൽ പോകണം, അവന് പുസ്തകം വാങ്ങണം. എല്ലാവരും വാങ്ങിയെന്ന് ടീച്ചർ വിളിച്ച് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് എനിക്ക് അവന് പുസ്തകമൊക്കെ മേടിക്കണം. പിന്നെ നേരെ നമ്മുടെ സായൂട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടി പോകണം. അങ്ങനെ രാവിലെ തന്നെ അമ്മ ഏകദേശം പരിപാടിയൊക്കെ തീർത്തായിരുന്നു. ഇപ്പോൾ ഞാൻ എണീറ്റ് കുളിച്ചിട്ട് മീനൊക്കെ കട്ട് ചെയ്തു. കുളിച്ചിട്ടാണോ മീൻ കട്ട് ചെയ്യുന്നതെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. എനിക്കറിയില്ല. എനിക്ക് ചില ദിവസം അങ്ങനെയൊക്കെയാണ്. ഞാൻ തിരിച്ചും മറിച്ചുമൊക്കെയാണ് പണികളൊക്കെ ചെയ്യുന്നത്. എന്തായാലും കുളിച്ചിട്ട് കൈയൊക്കെ വൃത്തിയായിട്ട്, ചൂരയായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വൃത്തിയായിട്ട് കൈയൊക്കെ കഴുകിയിട്ട് തന്നെ പോകും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഐശ്വര്യമായിട്ടൊരു ചായയൊക്കെ കുടിച്ചു. പിന്നെ എനിക്ക് കുളിച്ച് കഴിഞ്ഞിട്ട് ഈ മഴയത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കാനൊരു ഇഷ്ടമാണ് കേട്ടോ. ഇന്ന് ഞാൻ നേരെ പോകുന്നതേ കണ്ടോ, ആത്തിച്ചക്ക കാച്ചിട്ടുണ്ട് കേട്ടോ. നിറയെ ഇങ്ങനെ വീട്ടിൽ പല സൈഡിലായിട്ട് ഇതിന് മരമുണ്ട്. കുഞ്ഞനായിട്ടും വലുതായിട്ടൊക്കെ ഒത്തിരി നിറഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ. അതൊക്കെ പോയി നോക്കി അങ്ങനെ ഇതൊക്കെ വായി നോക്കി നിന്നിട്ട് നേരെ വരികയാണ്. ഇനിയിപ്പോൾ അമ്പാടിക്കണ്ണനെ വിളിച്ചുണർത്തിയിട്ട് നേരെ ഓഫീസിലേക്ക് പോകണം. അമ്മ വന്ന് വിളിച്ചപ്പോൾ ഒരു കള്ളച്ചിരിയാണ്, അവന് കള്ളച്ചിരിയാണ്. വീട്ടിലെ ആസ്ഥാന കള്ളപ്പാട്ടുകാരാണ് ഞാനും അമ്പാടിക്കണ്ണൻ. എൻ്റെ കൂടെ കൂടിയിട്ട് അവനും എല്ലാ സിനിമയിലെ പാട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് പാടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ആശാൻ ഇന്ന് അടിപൊളിയായിട്ടാണ് എണീറ്റിരിക്കുന്നത്. ഞാൻ വിളിച്ചപ്പോൾ തന്നെ നല്ല ഹാപ്പി ആയിട്ട് എണീപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആശാനെ എണീപ്പിച്ച് എന്തുവാണ് ബ്രഷൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ഞാൻ ഓഫീസിലേക്ക് പോകാൻ റെഡി ആവുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ലിപ്സ്റ്റിക് എഴുതി അതൊരു അഡിക്ഷനായി മാറിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഏകദേശ ഊഹം. പക്ഷേ ഈ കളർ ലിപ്സ്റ്റിക് ഒന്നും ഇടുമ്പോഴത്തേനും ഉണ്ണിച്ചേട്ടൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് വഴക്കുറയും, ഇത് ഭയങ്കര കളർന്ന്. അതുപോലെ ഓഫീസിൽ ശാന്തി ചേച്ചിയും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു ലിപ്സ്റ്റിക്കൊക്കെ മേടിക്കണമെന്ന് വരുന്ന വഴിക്ക്. എന്തെങ്കിലുമൊക്കെ ഈ മാസം വാങ്ങണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ലിപ്സ്റ്റിക്ക് വാങ്ങണം. പിന്നെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ചെറിയ സാധനം കൂടെയൊക്കെ വാങ്ങണമെന്നൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് എന്തായാലും ഓഫീസിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ കമ്മലൊക്കെ ഇട്ട് അങ്ങനെ എന്തായാലും മേക്കപ്പൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെ കഴിയോ പാവം കുറഞ്ഞു പോയി എന്നൊരിക്കലും പറയരുത്. അപ്പോൾ എന്തായാലും അമ്പാടിക്കണ്ണൻ്റെ സ്കൂളിൽ പോയിട്ട് ബിരിയാണിയൊക്കെ നമ്മൾ കഴിച്ചായിരുന്നു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് വാങ്ങിയ സാധനങ്ങളാണ്. ഈ 2 മാല വാങ്ങി, പിന്നെ 2 ലിപ്സ്റ്റിക്കും വാങ്ങി. 2 ഷെയ്ഡും എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. മീൻസ് എനിക്ക് നന്നായിട്ട് ചേരുന്ന പോലെ. നമ്മളെപ്പോഴും ലിപ്സ്റ്റിക്ക് ഇങ്ങനെ കാണുന്ന തുണിയിലൊക്കെ തന്നെ തുടയ്ക്കുന്നത്. ഞാൻ മിക്കവാറും ഇട്ടിരിക്കുന്ന ചുരിദാറിൻ്റെ ലൈനിങ്ങിലായിരിക്കും കേട്ടോ തുടയ്ക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പഞ്ചസാര കട്ട് തിന്നത് പോലെ ആദ്യം ലിപ്സ്റ്റിക്ക് ഇട്ടപ്പോൾ സൈഡിലൊക്കെ ആയായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ട്, കൊള്ളാവോ? എനിക്ക് 2 ഷെയ്ഡ് സത്യം പറഞ്ഞാൽ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഞാനിങ്ങനെ എന്തെങ്കിലും വാങ്ങുമ്പോൾ ആശാനും വേണമല്ലോ. അവനങ്ങനെ പതിവില്ല. മീൻസ് ഇടയ്ക്ക് എനിക്ക് സ്പൈഡർമാൻ കണ്ടു. അപ്പോൾ സായൂട്ടിന് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി പോയപ്പോൾ ഈ സ്പൈഡർമാൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആശാന് വലിയ ഇഷ്ടമല്ലേ, അങ്ങനെ അവന് മേടിച്ചതാണ് കേട്ടോ. അവൻ അതുകൊണ്ട് അങ്ങ് നടക്കുവാണ്. അങ്ങനെ സായൂട്ടൻ്റെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ബർത്ത്ഡേക്ക് അവിടെ എല്ലാം മീൻസ് എന്തുവാണ് ഡെക്കറേഷനൊക്കെ അപ്പോഴേ കഴിഞ്ഞായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചിയും ചേനും കൂടെ പോയി കേക്കൊക്കെ എടുത്തുകൊണ്ട് വന്ന് സെറ്റായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ അടിച്ച് പൊളിച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത്, പിന്നെ പൊറോട്ടയും കപ്പയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ സ്കൂളിൽ പോയ സമയത്ത് ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് നേരെ അങ്ങോട്ട് എൻ്റെ കഴിവ് പുറത്തെടുക്കാൻ പറ്റില്ല. 10-10:30 മണിയായി ഞങ്ങൾ വീടെത്തിയപ്പോഴത്തേനും. ഇനി എന്തായാലും നാളെ മോർണിംഗ് ആകുമ്പോഴത്തേനും എണീക്കണം, ചേട്ടൻ ഓഫീസിൽ പോകണം. അങ്ങനെ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.